മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗം നമ്മൾ രാവിലെ ABC ചാനലിൽ ചർച്ച ചെയ്തിരുന്നു. അത് വേണമെങ്കിൽ BJPയെയോ അല്ലെങ്കിൽ BJPയുടെ സർക്കാരിലെ ആരെങ്കിലും നേരിട്ട് കുറ്റപ്പെടുത്തുന്നതല്ല എന്ന് സാങ്കേതികമായി പറയാം. പക്ഷേ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ അങ്ങനെയല്ല. ഓർഗനൈസറിലെ ലേഖനം വായിച്ചിരുന്നു. എന്താ അതിൻ്റെ ലക്ഷ്യം? അത് രത്തൻ ശാരദ ഈ RSSൻ്റെ ചരിത്രം തന്നെ എഴുതിയിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. ജീവിതത്തിലുടനീളം RSS പ്രവർത്തകനായിരുന്നു. ശരിക്കും ഇത് എന്താണ് അതിൻ്റെ സത്ത എന്നൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഓർഗനൈസറിൽ എഴുതിയിട്ടുള്ളത് അതാണ്. ഓർഗനൈസറിൻ്റെ മുഖപ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുഖപ്രസംഗമല്ല, ആർട്ടിക്കിളാണ് ചർച്ച ചെയ്യുന്നത്. മുഖപ്രസംഗം എന്ന് പറഞ്ഞാണ് ഈ കപടമതേതര മാധ്യമങ്ങൾ പറയുന്നത്. അല്ല, മുഖപ്രസംഗം എന്താണെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് RSSനെ ഈ BJPയും BJPയുടെ നേതാക്കളും അവഗണിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവഗണിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം RSSൻ്റെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വരണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണാതെയും അറിയാതെയും സമ്മതിക്കാതെയും ആയിരിക്കില്ല. പറഞ്ഞിട്ട് എഴുതിക്കുന്നതാണല്ലോ അതൊക്കെ അദ്ദേഹത്തിന്. അങ്ങനെയും വരാം. അതെ അതെ. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ RSSൻ്റെ സഹായം ചോദിച്ചില്ല. ഒരു ഔപചാരികമായിട്ടൊക്കെ നിങ്ങളത് ചെയ്യണം സഹായിക്കണം കേട്ടോ എന്നൊക്കെ പറയുമല്ലോ. അത് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അമിത ആത്മവിശ്വാസമായിരുന്നു. അത് തന്നെ എഴുതിയിരിക്കുന്നത്. അമിത ആത്മവിശ്വാസം കൊണ്ട് റിയാലിറ്റി ചെക്ക് നടത്തിയില്ല എന്ന് പറഞ്ഞാൽ ഈ ശരിക്ക് മണ്ണിൻ്റെ വികാരം ഉണ്ടല്ലോ, ഇതെന്താണെന്ന് പരിശോധിക്കാൻ മെനക്കെട്ടില്ല. ഞങ്ങൾ ജയിച്ചോളും 400 ആയിക്കോളും എന്ന് പറഞ്ഞിട്ടുള്ള അമിത ആത്മവിശ്വാസത്തിലാണ് നടന്നത്. ശരിക്കും ഈ മണ്ണിൻ്റെ വിളിയൊന്നും കേട്ടില്ല. നേതാക്കൾ ചെയ്തുകൊണ്ടിരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ പോസ്റ്റ് ഇടുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ലാതെ മണ്ഡലത്തിൽ പോയി അധ്വാനിക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, വോട്ട് ചോദിക്കുക, വീട് വീടാന്തരം കയറുക, അത് നടന്നില്ല. അദ്ദേഹം പറഞ്ഞ വാചകം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുക, സെൽഫി എടുത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ പരിപാടികൾ ചെയ്യരുതായിരുന്നു. ഫോൾസ് ഈഗോ, എന്താണ് അഹന്ത. ഈ നേരത്തെ മോഹൻ ഭാഗവത് പറഞ്ഞില്ലേ അഹങ്കാരത്തിൻ്റെ ആവശ്യമില്ല സ്വയം സേവകർക്കെന്ന്. ഇദ്ദേഹം പറയുന്നത് ആ അഹങ്കാരം മാത്രമല്ല, ഫോൾസ് ഈഗോ. ഈ ബുദ്ധിയും വിവരമില്ലാത്തവരും കൂടി അഹങ്കാരം കാണിക്കുമല്ലോ. കാപട്യം, അഹങ്കാരവും കാപട്യവും ചേർന്നൊരു രീതിയിലാണ് ഈ പ്രവർത്തകരൊക്കെ നടന്നിരുന്നത്, BJPയുടെ ഒക്കെ. ശരിക്ക് യഥാർത്ഥ രാഷ്ട്രീയം അറിയേണ്ടത് BJPക്കാണ്, RSSനല്ല. അപ്പോൾ അവരാണിതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർ വിചാരിച്ചു RSS ഞങ്ങൾക്കേ യഥാർത്ഥ രാഷ്ട്രീയം അറിയൂ, ഞങ്ങളുടെ ഈ RSS കസിൻസ് ഉണ്ടല്ലോ അവരൊക്കെ മണ്ടന്മാരാണ് എന്ന് കരുതിയിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന വാചകമാണ്. ഞാനിടയ്ക്ക് രാമചന്ദ്രൻ സാർ പറഞ്ഞില്ലേ സെൽഫി എടുക്കുന്ന കാര്യം, അതിപ്പോൾ ആരുടെ എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നുമായിരിക്കും. കാരണം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വരെ പ്രധാനമന്ത്രി സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതെ, അത് പല ആളുകളും അതങ്ങനെ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ എഴുതുകയല്ല വേണ്ടേ, പിന്നെ ചില ആളുകൾ പഴയതൊക്കെ എടുത്തിടുമല്ലോ. 1996 ഞാൻ മോദിയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. വോട്ടർമാർ എല്ലാവരും ഒരു നാർസിസിനെ പോലെ സ്വയം ആത്മരതിയിൽ ഇങ്ങനെ മുഴുകി. അതാണ് ഇദ്ദേഹം പറയുന്നതിൻ്റെ സത്ത. അങ്ങനെ ഞങ്ങളുടെ RSS കസിൻസ് ഉണ്ടല്ലോ അവരൊക്കെ മണ്ടന്മാരാണ് എന്ന് ഇവർ കരുതിയായിരുന്നു പ്രവർത്തനം. പിന്നെ 400+ എന്ന് മോദി പറഞ്ഞപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാമായിരുന്നു എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ചെയ്യാമായിരുന്നു പോയി പണിയെടുത്തിരുന്നെങ്കിൽ. പക്ഷെ അതിന് പകരം പോസ്റ്ററുകളും
സ്വന്തം പോസ്റ്ററുകളും സെൽഫികളും കൊണ്ടാണ് ഇവർ ഇലക്ഷനെ നേരിട്ടത്. അതുകൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്തത്. പഴയ പ്രവർത്തകരെ മുഴുവൻ മറന്നുപോയി. ഈ ന്യൂജൻ ആളുകളെയൊക്കെ കിട്ടിയപ്പോൾ പഴയ പ്രവർത്തകരെ മുഴുവൻ മറന്നുപോയി. BJP മന്ത്രിമാരും MP-മാരും ഈ നമുക്ക് ഒരു വോട്ടർക്ക് പോയി കാണാൻ കഴിയാത്ത വണ്ണം ആണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അൺഅപ്രോച്ചബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. BJPയുടെ MP-മാർ, MLA-മാർ ഒക്കെ ഉണ്ടല്ലോ, മന്ത്രിമാർ, ഇവരൊക്കെ ദന്തഗോപുരവാസികളായിട്ട് മാറിയിരുന്നു. അതാണ് മോദി മാജിക്കിന് പരിമിതി ഉണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. മോദി മാജിക്കിന് പരിമിതി ഉണ്ടെന്ന് അദ്ദേഹം ഈ വാചകം എഴുതിയിട്ടില്ല, പക്ഷെ അത് സൂചിപ്പിക്കുന്നു. എങ്ങനെ? 543 സീറ്റിലും മോദിക്ക് വിജയിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ പടം കൊണ്ടുപോയി അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കില്ല. 540 സീറ്റിലും മോദിയല്ല വിജയിക്കുന്നതും മത്സരിക്കുന്നത്. കാലുമാറ്റക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പല പാർട്ടികളിൽ നിന്നും കാലുമാറി വരുന്നവർക്ക് പ്രാധാന്യം കൊടുത്തു. പ്രാദേശിക നേതാക്കളെ മറന്നിട്ടാണ് അവരെയൊക്കെ കെട്ടിയിറക്കിയത്, പുതിയ ആളുകളെ. അതെ അതെ, കെട്ടിയിറക്കിയത്. അത് ഇദ്ദേഹം തന്നെ പറയുന്ന വാചക. നല്ല പാർലമെൻറ്റേറിയന്മാരെ തഴഞ്ഞു. എന്നിട്ട് അതിന് പകരം അങ്ങനെ നല്ല പാർലമെൻറ്റേറിയന്മാരെയൊക്കെ ഒതുക്കിയിട്ട് ഈ ന്യൂ ജനറേഷൻകാർ ഇറക്കിയാൽ പഴയ പ്രവർത്തകർക്ക് വേദനയുണ്ടാവും, അങ്ങനെ അവർക്ക് മുറിവേറ്റും. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. തോൽവിയുടെ കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. ഇത് നമുക്ക് കേരളത്തിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ്. കാരണം ഇപ്പം BJPയുടെ സംസ്ഥാനത്തെ വലിയ പോസ്റ്റുകൾ, വൈസ് പ്രസിഡന്റ് പോലെയുള്ള പോസ്റ്റുകൾ സമീപകാലത്ത് കൊണ്ടുവന്ന ആരെയാണ്? കേരളത്തിൽ മേജർ രവി, ദേവൻ, സിനിമാടൻ, അവരൊക്കെ അവരുടെ മേഖലയിൽ വലിയ ആളുകളായിരിക്കാം. പക്ഷെ കേരളത്തിലെ BJPക്ക് വേണ്ടി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പോസ്റ്ററെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടോ? അപ്പോൾ താഴെത്തട്ടിൽ പണിയെടുത്ത് വളർന്നു വരുന്ന ആളുകളുടെ മുകളിൽ ഇങ്ങനെ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ വെച്ചിട്ടാണ് കേരളത്തിൽ പോലും BJP പ്രവർത്തിക്കുന്നത്. ഒരു ഇമേജിൻ്റെ തടവറയിൽ പലപ്പോഴും ആയി പോകുന്നുണ്ട്. സംഘടനയിൽ പ്രവർത്തിക്കുന്ന BJPയുടെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡൻ്റൊക്കെ ആകാൻ യോഗ്യതയുള്ള എത്രയോ ആളുകൾ ഈ പറഞ്ഞ ആളുകളല്ലാതെ പാർട്ടിയിലുണ്ട്. അപ്പോൾ അവർക്ക് പോലും അർഹമായ പദവികൾ കിട്ടുന്നില്ല, സ്ഥാനങ്ങൾ കിട്ടുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില ജീവികളുണ്ട്, അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറയുന്ന പോലെ. ഇങ്ങനെ ഒരു കുഴപ്പം കേരളത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പോലും കേരളത്തിൽ ഇപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും K. സുരേന്ദ്രൻ്റെയൊക്കെ വിജയം കൂടിയാണ്. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഇത് ഓർഗനൈസറിൽ വന്ന വിമർശനം 100% വസ്തുതാപരമാണ്, യാഥാർത്ഥ്യമാണ്, സത്യവുമാണ്. അദ്ദേഹം ജീവിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്, മുംബൈയിൽ. അപ്പോൾ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഗ്രാസ് റൂട്ട് ബന്ധങ്ങളുള്ള ആളാണ്. RSSൽ കൃത്യമായി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ചെയ്തത്. ഉത്തർപ്രദേശിലെ കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ആളുകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ജിതിൻ പ്രസാദ എന്ന് പറഞ്ഞ ആളെ നിർത്തിയത് ഈ മനേക സ്ഥിരമായിട്ട് ജയിച്ചിരുന്ന പിലിഭിത്തിലാണല്ലോ. അവരെ സുൽത്താൻപൂരിലേക്ക് മാറ്റുകയാണ്. ജയിക്കുന്ന എന്താ ഉറപ്പല്ലേ? വന്ന ആളെ ആണല്ലോ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ നിർത്തുന്നത്. അങ്ങനെ മറ്റേ അയോധ്യയിലെ MP-യെ പറ്റി നാട്ടുകാർക്കൊരു അഭിപ്രായമില്ലല്ലോ. അദ്ദേഹം ക്ഷേത്ര മതിലിന് വെള്ളയടിച്ച് നടന്നിരുന്ന ആളാണെന്നല്ലേ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പണിയൊന്നും നടത്തിയില്ല, കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല, കടകൾ മാറ്റിയതിൻ്റെ, സ്ഥലമേറ്റെടുത്തതിൻ്റെ, എയർപോർട്ടിന്, റെയിൽവേക്ക്, വികസനത്തിന്, പിന്നെ പരിക്രമ മറ്റേ പാത പണിയാൻ അതിനുള്ള പൈസയൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. അതൊക്കെ ഇല്ലായിരുന്നു അയാളുടെ പണി. അത് അയാൾ നോക്കിയല്ലേ ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ കളക്ടറാണോ ചെയ്യേണ്ടത്? ആളുകൾ കളക്ടറോട് പോയിട്ടല്ലല്ലോ ചോദിക്കുക, നിങ്ങളെന്ത് ചെയ്തു എന്നാണല്ലോ. പിന്നെ മാത്രമല്ല ഈ ഇത് വല്ലാതെ തിരിച്ചടിച്ചു എന്ന് പറയുന്നുണ്ട് UP-യിലുള്ള ആളുകൾ. അതായത് ആ സംവരണം, ഭരണഘടന മാറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ഭരണഘടന മാറ്റും, അതുകൊണ്ട് ദലിത് സംവരണം നീക്കും എന്ന് പറഞ്ഞിട്ട് ഈ അയോധ്യയിലെ സ്ഥാനാർത്ഥി, അത് മാത്രമല്ല മറ്റേ അഖിലേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്തു. ക്യാമ്പയിൻ ചെയ്തപ്പോൾ
അതിനെ എതിർക്കാനായിട്ട് മറു ക്യാമ്പയിൻ ഉണ്ടായില്ല. വല്ലാതെ ഡാമേജ് ചെയ്തു. എന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും എന്നോട് ഒരു സ്വയം സേവകൻ അവിടെയുള്ള ആൾ പറഞ്ഞു, കെജ്രിവാൾ പറഞ്ഞില്ലേ 75 വയസ്സിൻ്റെ, അത് വലിയ ഡാമേജ് ചെയ്തു എന്ന് പറഞ്ഞു. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട രീതിയിൽ പ്രതിരോധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പ്രതിരോധിച്ച് അത് അങ്ങനെ പറഞ്ഞെങ്കിൽ ഉടനെ അദ്വാനിജിയെ കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിച്ചാൽ പോരെ. ഞാൻ 86-ാമത്തെ വയസ്സിലാണ്, ഇപ്പം ഇയാൾക്ക് വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചൊരു പ്രസ്താവന ഇറക്കുന്നതോടുകൂടി അത് അടഞ്ഞു പോയില്ലേ. മുരളി മനോഹർ ജോഷി പ്രസ്താവന ഇറക്കില്ലേ എന്ന് പറഞ്ഞാൽ അതിന് പഴയ RSS സ്വയം സേവകർക്ക് ഉപയോഗിക്കാമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അതുപോലെ വാരാണസിയിൽ തന്നെ സുനിൽ ബൻസാലിന് ആണ് ഏകോപന ചുമതല കൊടുത്തിരുന്നത്. പല സ്ഥലത്ത് നിന്നുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാർ റൂമിലിരിക്കുകയായിരുന്നു, ഫീൽഡിൽ പോയില്ല. കാരണം മോദിയാണല്ലോ തന്നെത്താനെ ജയിച്ചോ. കുഴപ്പമില്ല രാമചന്ദ്രൻ സാറേ, ഇനി പൊക്കോടും, ഇനി ഫീൽഡിൽ നിന്ന് മാറത്തില്ല. അതായത് ഇത്തവണ ഇപ്പോൾ ഈ ജോർജ് കുര്യനെയൊക്കെ മന്ത്രിയാക്കിയത് തന്നെ ഈ തിരിച്ചറിവ് ഉണ്ടായിരിക്കും വേണം കരുതാൻ. കൃത്യമായ ശരിയായ തീരുമാനമാണ്. അദ്ദേഹം എത്ര 4 പതിറ്റാണ്ടായിട്ട് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം സംഘത്തിനോ BJPക്കോ എതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതെ. പിന്നെ ശുപാർശകളായിട്ട് പോവില്ല, കാശ് മേടിക്കില്ല. ആ വീട്ടുകാർ തന്നെ എത്ര ലളിതമായിട്ടാണ്. അതെ. ഏതായാലും തിരുത്തലുകൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തിരുത്തലുകൾ ആവശ്യമാണ്. തിരുത്തൽ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. ഓർഗനൈസറിലെ ലേഖനവും മോഹൻജിയുടെ പ്രസംഗത്തിലെ വരികൾക്കിടയിലെ വായനയും എല്ലാം അഹങ്കാരം പാടില്ല, വിനയം വേണം. അതെ, ജനമാണ് യജമാനൻ എന്ന് കരുതണം. അതെ, ഈ വായനകളെല്ലാം കണ്ണു തുറപ്പിക്കട്ടെ, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമുക്ക് ആശംസിക്കാം. അതിനല്ലേ നമുക്ക് പറ്റൂ. അത്രയേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.